വേഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും വരുത്താത്തവരായിട്ട് മിക്കവാറും ആരും ഉണ്ടാവില്ല. ടൈപ്പിംഗ് മിസ്റ്റേക്സ് വരുത്താം, അറിയാതെ വരാം, എല്ലാം ചെയ്യാം. ഇത്തരം സന്ദർഭങ്ങളിൽ വേഡിൻ്റെ ഈ ഫെസിലിറ്റി വളരെ നല്ലൊരു വരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെൻ്റ് തുറന്നു കുറച്ച് ടെക്സ്റ്റ് കൊണ്ടുവരികയാണ്. അതിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റാൻഡ് അടിച്ച് എൻ്റർ പ്രസ് ചെയ്തു കുറച്ച് ടെക്സ്റ്റ് കൊണ്ടുവരും. ഇനി ഇതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇവിടെ ഒന്ന് രണ്ടിടത്ത് ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തി വച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഭാഗങ്ങൾ തിരിച്ചറിയാനായിട്ട് വേഡ് നമുക്ക് തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ റെഡ് സിഗ്സാഗ്. ഇവിടെ ഗാലറീസ് എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കാണാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ റെഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇനി അടുത്തത് ഇതിൻ്റെ കറക്ഷനാണ്. എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റിവ്യൂ എന്നുള്ളതിൽ ഏറ്റവും അറ്റത്തായിട്ട് ഇവിടെ പ്രൂഫിംഗ് എന്ന ഭാഗത്ത് ABC എന്ന് കാണുന്ന ഈ ബട്ടൺ, ഇതിൻ്റെ പേര് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നാണ്. കീബോർഡിൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇതെവിടെ കാണുന്നത് പോലെ F7 പ്രസ് ചെയ്താൽ മതി. ഞാൻ F7 പ്രസ് ചെയ്യുകയാണ്. F7 പ്രസ് ചെയ്തു. F7 പ്രസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡയലോഗ് ബോക്സിൽ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഭാഗത്തിൻ്റെ തെറ്റാണെന്നുള്ളതാണ് പറയേണ്ടത്. എന്താണ് തെറ്റ്, എങ്ങനെയാണ് തെറ്റ് എന്നുള്ളതാണ് ഇതിന് മുകളിൽ കാണുന്നത്. ഈ നോട്ട് ഇൻ ഡിക്ഷണറി, ഇത് ഡിക്ഷണറിയിലില്ല ഈ വാക്ക് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന നമുക്ക് സജഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് ഇവിടെ ഇത് നോട്ട് ഇൻ ഡിക്ഷണറി കൊടുത്തിരിക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരിശോധിക്കാം. കണ്ടോ? ഇനി ഞാൻ ഇതെങ്ങനെയാണ് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ കീബോർഡിൽ നമ്മൾ ആൾട്ട് പിടിച്ചുകൊണ്ട് F7 പ്രസ് ചെയ്യുക. വെറുതെ ആൾട്ട് പിടിച്ചുകൊണ്ട് F7 പ്രസ് ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിൽ എവിടെയാണോ മിസ്റ്റേക്ക് ഉള്ളത് അവിടെ പോയിട്ട് ഒരു പോപ്പപ്പ് മെനു അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ഡൗൺ മെനു, ഒരു അപ്പ് മെനു നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറീസ് എന്നുള്ള ഭാഗത്ത് മിസ്റ്റേക്കിൽ പോയി ഒരു പോപ്പപ്പ് മെനു വന്നു. നമുക്കറിയാം അതിൻ്റെ മുകളിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്ക് അവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടോ? നമുക്ക് ഈ അവസരത്തിൽ വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുൻപ് നമ്മൾ പഠിച്ച F4 പ്രസ് ചെയ്യുക. F4 ഞാൻ പ്രസ് ചെയ്യുന്നത് റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് F4 പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ അടുത്ത മിസ്റ്റേക്ക് എവിടെയാണോ ഉള്ളത് അവിടെ അത് പോപ്പപ്പ് ചെയ്തിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ പ്രസ് ചെയ്യുക. വീണ്ടും F4 പ്രസ് ചെയ്യുന്നു. അടുത്ത മിസ്റ്റേക്കിലേക്ക് പോയി എൻ്റർ പ്രസ് ചെയ്യുന്നു. വീണ്ടും F4 പ്രസ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താനായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഗ്രാമറിൻ്റെ കാര്യം വരുമ്പോൾ ഗ്രാമർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാലാണ് കൃത്യമായ രീതിയിൽ നമുക്കതിനെ അത് ഇന്നതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മിക്കവാറും ഗ്രാമർ കറക്ഷൻസ് വേർഡ് ഓട്ടോമാറ്റിക്കായിട്ട് തരും. ഗ്രാമർ കറക്ഷൻ വരുമ്പോൾ നമുക്ക് തരുന്നത് ഗ്രീൻ സിഗ്സാഗ് ആണ്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല ഗ്രാമർ മിസ്റ്റേക്കാണ് എന്ന് കാണിക്കുന്നതാണ് ഗ്രീൻ സിഗ്സാഗ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇതിൻ്റെ തുടക്കത്തിലായിട്ട് ഓൺ എന്ന് എഴുതിയിരിക്കുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല, പക്ഷേ ഒരു ഗ്രീൻ സിഗ്സാഗ് വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് അതായത് അത് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇത് F7 പ്രസ് ചെയ്തുകൊണ്ട് തന്നെ പരിഹരിക്കാം. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ F7 പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഈ ഡയലോഗ് ബോക്സിലൂടെ എന്തുകൊണ്ടാണ് അത് ഗ്രാമർ മിസ്റ്റേക്ക് ആവുന്നത് എന്ന് ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. വെർബ് ഫോം, കാരണം ഇവിടെ യു എന്ന് വരുമ്പോൾ ചേഞ്ചസ് എന്ന് വരില്ല, ചേഞ്ച് എന്നാണ് വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ക്യാൻ എന്നുള്ള ഓക്സിലറി വരുന്ന സമയത്ത്, മോഡൽ ഓക്സിലറി വരുന്ന സമയത്ത് ചേഞ്ചസ് എന്ന് വരില്ല, ചേഞ്ച്. സോ ദാറ്റ് അതിൻ്റെ സജഷൻ ഇവിടെ കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ
ഏറ്റവും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം ആവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക്. അതിവിടെ കാണാൻ പറ്റും, ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതും പരിഹരിക്കാം. ഇവിടെ നമ്മൾ എക്സ്ട്രാ സ്പേസ് ബിറ്റ്വീൻ ടു വേർഡ്സ്. സാധാരണഗതിയിൽ രണ്ട് വാക്കുകൾക്കിടയിൽ ഒരു സ്പേസേ പാടുള്ളൂ. കൂടുതൽ സ്പേസ് കൊടുത്തു കഴിഞ്ഞാലും അത് ഗ്രാമർ മിസ്റ്റേക്കാണ്. സോ ദാറ്റ് ഒരു സ്പേസ് ഉള്ളത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാം. ദെൻ ഇവിടെ കാണുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈസ് എന്ന് പറയില്ല, യു ആർ എന്നാണ് പറയുക, അല്ലെങ്കിൽ യു വെയർ. അപ്പോൾ ഇവിടെ കാണുന്നത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് കാണിക്കുന്നു, ഓക്സിലറി കാണിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മാത്രമല്ല ഇവിടെ ക്രിയേറ്റ് എന്ന് പാടില്ല, യു ആർ ക്രിയേറ്റിംഗ് എന്നുള്ളതാണ് വേണ്ടത്. ING ഫോമാണ്. സാധാരണഗതിയിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് അല്പം ഗ്രാമർ കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം. ശരി, തീർച്ചയായിട്ടും ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള റൂളുകളും ഓപ്ഷനുകളും എല്ലാം ഇവിടെ ഉണ്ട്, വഴിയെ നമ്മളതെല്ലാം പഠിക്കുന്നുമുണ്ട്. എനിവേ നൗ ഇവിടെ നമുക്ക് സജഷൻ യു ആർ എന്നുള്ളതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാം. കേട്ടോ, ക്രിയേറ്റിംഗ് എന്നാണ് വന്നിരിക്കുന്നത്. കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് ദേ ഹാസ് എന്നുള്ളത് ദേ ഹാവ് എന്നാണ് വേണ്ടത്. സോ ദാറ്റ് ഓക്കെ. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. കോർഡിനേറ്റ്സ്, കോർഡിനേറ്റഡ് എന്നാണ്. യു ഹാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ഫോം ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ വർക്ക് ചെയ്യുന്നത്.